ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കണ്ണൂർക്കാർക്ക് രാവിലെ തന്നെ മഴ ആയിരുന്നു. രാത്രി പെയ്താന്ന് തോന്നുന്നു. മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂടിക്കെട്ടി വരുന്നുണ്ടായിരുന്നു. നല്ല മഴയായിരിക്കും തോന്നുന്നു. അത്രയ്ക്ക് മൂടിക്കെട്ടി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ പങ്കിടാനാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ ഇങ്ങനെ ബോറടിച്ച് ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ കുറേ ആൾ കമൻറ്റ് ഇടുമായിരിക്കും, ഇതെല്ലാം നമുക്കും ഉണ്ടാക്കാൻ പറ്റില്ലേ, നിങ്ങൾ കാണിച്ചു തരണം, അത് ഗുണമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ആക്കിയ സാധനമൊന്നും ദയവ് ചെയ്ത് അങ്ങനത്തെ കമൻ്റ് ഒന്നും ഇടല്ലേ. ഞാൻ ബോറടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി എൻ്റെ ഒരു വിശേഷം പങ്കിടാൻ വിചാരിച്ചിട്ട് വീഡിയോ ഇടുന്നതാണ്. ഈ കുട്ടിയാണ്ട് ഇങ്ങനെ ഇത്രയും ഈ സാധനങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ, ഇവൾ കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊന്നും ചോദിക്കുന്നത്. ഞാനിപ്പോൾ മഴ കാണിച്ചാൽ ഇത്രയൊക്കെ മൂടിക്കെട്ടിട്ടാണ് കണ്ണൂരുകാർക്ക് വരുന്നത്. നിങ്ങളവിടെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇത് ചെറുങ്ങനെ പാറുന്നുണ്ട്. നിങ്ങൾ ചോദിക്കും ഇതോടെ മൂടിക്കെട്ടി വരുന്നത്. അത് വീഡിയോയിലായതുകൊണ്ട് തിരിയാത്തതാണ്. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ല കാറ്റെല്ലാം ഉണ്ട്. ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്തിട്ടാണ് ഞാൻ ഇതെല്ലാം ആക്കിയത്. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കുറേ വീഡിയോ ഇട്ടു, അതിനൊന്നും ഒരു കമൻറ്റും ഇല്ല. അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ എല്ലാം ഇടുന്നത്. എനിക്ക് പണ്ട് കാണുമ്പോൾ ഇതെന്നാ ഇങ്ങനെ ഇടുന്നത് എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തിരിയുന്ന അതിൻ്റെ കഷ്ടപ്പാട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചു തരാം. അത്ര വിശദീകരിക്കുന്നൊന്നുമില്ല. ഇതെൻ്റെ ഫ്രണ്ട് ഒരു റോസാപ്പൂ തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവും ഇതാക്കിയിട്ട്. അതുകൊണ്ടാണ് ഇത് വാടിപ്പോയത്. കുറച്ച് ദിവസം മുമ്പേ വരെ വാടാണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ആക്കിയോണ്ട്. അത് ഞാൻ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത്. പിന്നെ എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാക്കി. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സാധനം എന്ന് പറയുമ്പോൾ. ബാക്കിലൊന്നും ഞാൻ ആക്കിയിട്ടില്ല. പിന്നെ ഇത് എൻ്റെ ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് എൻ്റെ ഒരു കലോത്സവത്തിന് പോയാലും കിട്ടിയ ഒരു ഫോട്ടോ ആണ്. ഇത് ഞാൻ പൊളിഞ്ഞ കണ്ണാടി വെച്ച് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. ഇത് രണ്ടാമത്തെ. ഇതൊരു ഫ്ലവർ ബേസ് പോലെ ഞാൻ ആക്കിയതാണ്. ഇത് കുറച്ച് പൂ കൊണ്ട് ഇങ്ങനെ ബോലെല്ലാം കിട്ടി എനിക്കൊരു ഇതുപോലെ ആക്കിയതാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ പെയിൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇടാൻ ആക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ.